ഹലോ, ഗുഡ് മോർണിംഗ്. ഞാനൊരു ലൈവൊക്കെ ഇട്ടിരുന്നു, കണ്ടവരുണ്ടോ അറിയില്ല. ലൈവിൽ ലേശം ക്ലിയർ കുറവായിരിക്കുമല്ലോ. അപ്പോഴാണ് ഒരു വീഡിയോ കൂടി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചത്. ഇത് എന്നും ഞാൻ പറയുന്ന ഏട്ടന്മാരുടെ ഡ്രീം ഗാർഡനിൽ ആണുള്ളത്. അപ്പോൾ അവിടെ ഒരുപാട് വെറൈറ്റി അധികം ഇലച്ചെടികളാട്ടോ ഉള്ളത്. അപ്പം അതിൻ്റെ കൂടെ ഈ ഗ്രീൻ ജിനിയൻ്റെ ഒരുപാട് കളക്ഷൻ ഇവിടെ ഉണ്ട്, പല സൈസിലുള്ളതുണ്ട്. അപ്പം അതിനെ കട്ട് ചെയ്യുന്ന ആർക്കെങ്കിലും അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയാണ് കട്ട് ചെയ്യുന്നത്. ഇവിടെ ഇതിങ്ങനെ വലിയ കത്രിക വെച്ചാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി വലിയ കത്രിക ഇല്ലെങ്കിൽ ചെറിയ കത്രിക ആയാലും മതി. പിന്നെ ആർക്കെങ്കിലും ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഇവരോട് പറഞ്ഞാൽ അവർ ചെയ്തു തരും. പിന്നെ ഒരുപാട് ദൂരെയൊക്കെ ആകുമ്പം എങ്ങനെയാണെന്നറിയില്ല. പിന്നെ ഗാർഡൻ സെറ്റ് ചെയ്യാനും പുല്ലൊക്കെ ഉണ്ടല്ലോ, അത് പലതരം പുല്ലുകളും അതെല്ലാം അവർ സെറ്റ് ചെയ്ത് തരും. ഹസ്ബൻഡിൻ്റെ 2 ഏട്ടന്മാരാണ് ഇവിടെ ഉള്ളത്. ഒരാൾ ഇതാണ്, ഈ ഏട്ടനാണ് കട്ട് ചെയ്യുന്നതൊക്കെ. ഈ ഒരു കളർ കണ്ടില്ലേ, ഇത് വെറൈറ്റി കളറല്ലേ. നമ്മൾ എപ്പോഴും കാണുന്നത് ആ റോസ് കൂടിയൊരു കളറാണല്ലോ. ഇവിടെ ഈ വൈറ്റ് ഉള്ളതുണ്ട്, പിന്നെ റോസ് പോലുള്ളത്. പേര് ഗ്രീൻ ജീനിയ എന്നാണെങ്കിലും കളറുകൾ ഒരു 4-5 വെറൈറ്റികളുണ്ട് കേട്ടോ. ഇലയ്ക്ക് വ്യത്യാസമുള്ളതും കളറ് തന്നെയല്ല, ചെറിയ ഇല, വലിയ ഇല, ഡാർക്ക് മെറൂണ്, അങ്ങനെ. അപ്പം വീഡിയോയിൽ ഞാൻ വലിയൊരു ഗ്രീൻ ജീനിയൻ്റെ നിലത്ത് വെച്ചിട്ട് അത് കട്ട് ചെയ്യുന്നതായിരുന്നു കാണിച്ചിരുന്നത്, ഒരു പമ്പരത്തിൻ്റെയൊക്കെ ഷേപ്പിലുള്ള. അപ്പോൾ അത് കണ്ടവർക്കത് കുറേയൊക്കെ മനസ്സിലാവും. ലൈവിലാകുമ്പോൾ അത്രയും കൂടെ ക്ലിയർ ആവില്ല, എന്നാലും അത് ഫുള്ളും വെട്ടുന്ന അതിൽ ഞാൻ കാണിച്ചായിരുന്നു. കണ്ടോ, ഇത് വെട്ടാൻ തോന്നുന്നില്ല കേട്ടോ. ഇതിൻ്റെ തെഴുപ്പ് കാണുമ്പോൾ നല്ല കളറിൽ നിൽക്കുകയാണല്ലോ. പക്ഷേ വെട്ടിക്കൊടുത്താലേ, ഇങ്ങനെ ഷേപ്പൊക്കെ ആക്കി കൊടുത്താലേ അതൊരു കാണാൻ ഭംഗിയുള്ളൂ. ഇതിനെ ഇപ്പോൾ വെട്ടാൻ പോകും കേട്ടോ. എനിക്കാണെങ്കിൽ ഇതൊന്നും വെട്ടാൻ തോന്നില്ല ഇങ്ങനെ കളറായി നിൽക്കുമ്പോൾ. പക്ഷേ അങ്ങനെ മടിക്കണ്ട. അങ്ങനെ നമുക്ക് ഷേപ്പ് ആക്കണമെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് തന്നെ കൊടുക്കണം. പിന്നെ ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇതേപോലെ തന്നെ ഇങ്ങനത്തെ ചുവന്ന തളിരിലകൾ വരികയും ചെയ്യും. ആരും വിഷമിക്കണ്ട. പിന്നെ ഇതെപ്പോഴും ഞാൻ പറയലുണ്ട്, കോഴിക്കോട് തിരുവമ്പാടിയിൽ തമ്പലമണ്ണയിലാണ് ഈ ഗാർഡൻ ഉള്ളത്. ഇഷ്ടം പോലെ ഗ്രീൻ ജീനികളുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കി അതിന് ചുറ്റുകൂടിയൊക്കെ വെക്കാനാണെങ്കിൽ പല സൈസിൽ, ചെറുത് മുതൽ വലിയത് വരെയുണ്ട്. നമ്മൾ ഒരാളായിരത്തിൽ നല്ലോണം അവിടുന്ന് കൊണ്ടുപോവാം. ഒരു 500 വരെയൊക്കെ ഉള്ളതാണ് നമുക്ക് അയച്ചു തരാൻ പറ്റും. അതിലും മേലെയൊക്കെ ഉള്ളത് 1500, 2000, അങ്ങനെ ഒരു 3000 വരെയുള്ള വലിപ്പത്തിലുള്ള ഗ്രീൻ ജീനികൾ ഇവിടെ ഉണ്ട്. അപ്പം വലിയതൊന്നും നമുക്ക് അയച്ചു തരൽ ബുദ്ധിമുട്ടാവും. അപ്പം ഒരുപാട് എണ്ണം എടുക്കേണ്ടവർക്കൊക്കെ ആണെങ്കിൽ ഞങ്ങളെ തിരുവമ്പാടിയിലേക്ക് വരാം. വന്നാൽ നിങ്ങൾക്ക് നഷ്ടമാവില്ല, അത്രയ്ക്കും ഒരേ സൈസിലുള്ളത് ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ നമുക്ക് ചെറുതൊക്കെ നട്ട് കഴിഞ്ഞിട്ട് പിന്നെ അത് വലുതാവുന്നവരെ കാത്തു വെക്കണ്ടേ. വലിയതാകുമ്പം നേരെ അങ്ങോട്ട് വെച്ചാൽ മതി. ഒരുപാട് ഇവിടെ വീട്ടുകളിലൊക്കെ ഉള്ള ആൾക്കാർ ഒരുപാട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഒരേ വലുപ്പത്തിലുള്ള ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഇനി ആരുടെങ്കിലുമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ കട്ട് ചെയ്യണമെങ്കിലും പറഞ്ഞാൽ മതി, മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ നമ്പർ തരുന്നതായിരിക്കും. ഇവരുടെ 2 ഏട്ടന്മാരും ഇവിടെ നഴ്സറിയിലാണ് ഉള്ളത്. ഇതിപ്പോൾ 2 എണ്ണം നല്ല ഷേപ്പായി വന്നില്ല. ഇപ്പോൾ ഇത് ആദ്യം വെട്ടിയത് വെള്ള പോലത്തത് ഒക്കെ ഒരു പമ്പരത്തിൻ്റെ ഷേപ്പിലേക്ക് കേട്ടോ ഇത് വെട്ടിയത്. നേരത്തെ കണ്ടില്ല, അത് വേറൊരു റൗണ്ട് ഷേപ്പിലായിരുന്നു വെട്ടിയത്. 2 ആഴ്ച ആകുമ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ വെട്ടിയില്ല, അതൊക്കെ ഫുള്ള് തെഴുത്ത് വീണ്ടും നല്ല അടിപൊളി കളറിലേക്ക് വരും. ഇപ്പോൾ ഈ മഴയത്ത് തന്നെ ഇങ്ങനെ ഈ ഒരു കളർ ഉണ്ടെങ്കിൽ നല്ല വെയിലത്ത് എങ്ങനെയായിരിക്കും ഇത്. ഇത് ആ വൈറ്റ് കൂടിയതാട്ടോ. വൈറ്റിന് വേറൊരു ഭംഗി, ചുമപ്പിന് വേറൊരു ഭംഗി. തട്ടായിട്ടും എല്ലാം കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഉള്ള ഇതൊക്കെ കണ്ടില്ല, ഇതൊക്കെ കവറിലാണ് കേട്ടോ. അപ്പം ഒരു ഞാൻ പറഞ്ഞില്ല 500-600 വരെയൊക്കെ ഉള്ളത് നമുക്ക് അയച്ചു തരാൻ പറ്റും. വലിയ സൈസ് നിങ്ങൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് എന്തായാലും നഷ്ടം വരില്ല. ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നിലത്താണ് നമ്മൾ ഇത് കുഴിച്ചിടുന്നെങ്കിൽ അത്യാവശ്യം വലിയ മരം പോലെ കേട്ടോ. പക്ഷേ അതും വെട്ടി നിർത്തിയാൽ നല്ല അടിപൊളിയായിരിക്കും.
പക്ഷേ സ്ഥലമൊക്കെ ഉള്ളവരാവണം, എന്നാലേ അതൊക്കെ അങ്ങനെ നിലത്തൊക്കെ കുഴിച്ചിടാൻ പറ്റും. അല്ലാത്തവർക്ക് ചട്ടിയിൽ തന്നെ, ചട്ടി വലുതാവുന്നതിനനുസരിച്ച് മാറ്റി കൊടുത്താൽ മതി. ഇനി ഈ കവുങ്ങ് കണ്ടില്ലേ, ഇതൊക്കെ ഇതേപോലെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഒരേപോലത്തെ വേണമെങ്കിൽ ഇതാ ഈ ഇതുണ്ടല്ലോ, ഇത് വേറൊരു ഷേപ്പിൽ വെട്ടി നിർത്തി കേട്ടോ, ഒരു ചുരം പോലെയൊക്കെ. ഞാൻ പറഞ്ഞത് റോഡ് സൈഡിൽ തന്നെയാണ്. റോഡ് സൈഡിൽ തന്നെ നോക്കിയാൽ ഇങ്ങനെ ഡ്രീം ഗാർഡൻ നഴ്സറി. ഈ വഴി പോയ ആൾക്കാരൊക്കെ ഉണ്ട്, അവർക്കിത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതാ ഇവിടെയാണ് ഇതിൻ്റെ ചെറിയ തൈകളൊക്കെ താഴെയാട്ടോ വെച്ചത്. അപ്പോൾ എൻ്റെ ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, ബൈ.